ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നൊരു കിഡിലൻ ക്രാഫ്റ്റ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ താരം പ്ലാസ്റ്റിക് കവറും പിസ്ത ഷെല്ലുമാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നൊരു അടിപൊളിയായിട്ടുള്ളൊരു ലോട്ടസ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് കുഞ്ഞു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ പെറ്റൽസ് ഉണ്ടാക്കാനായിട്ടാണ്. നമുക്കിതുപോലെ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ പിസ്ത ഷെല്ല് അതിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ നമുക്കത് അതിൻ്റെ ആ ഒരു വലിച്ച് നല്ല ടൈറ്റിലൊന്ന് പിടിക്കണം. ഇതുപോലെ ചെയ്തിട്ട് നമുക്കിതൊന്ന് നൂലെടുത്ത് കെട്ടി കൊടുക്കാം. നല്ല ടൈറ്റിൽ തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ നൂല് വെച്ചിട്ട് നമുക്കിതൊന്നിങ്ങനെ കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പെറ്റൽ ഇവിടെ റെഡിയായി. അപ്പോൾ ഇതുപോലെ കുറച്ചധികം പെറ്റൽസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അടുത്ത് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഉണ്ടാവും പൊട്ടിക്കാൻ നമുക്ക് ഈസി ആയിരിക്കും. അപ്പോൾ ഇതുപോലെ കുറച്ചധികം ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഞാനിവിടെ ഒരു കാർഡ്ബോർഡ് പീസ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലവറിന് എത്രയാണോ വലുപ്പം വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ഇത് കട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഇങ്ങനെ നമുക്ക് ഇത് റൗണ്ട് അതിന് കണക്കാക്കി നമുക്കിതങ്ങോട്ട് ഒട്ടിച്ചെടുക്കണം. കണ്ടോ? അപ്പോൾ ഇനിയിപ്പം അടുത്ത ലെയറും കൂടെ നമുക്ക് അതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ അതിൻ്റെ സ്റ്റെം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലൊരു കേബിളാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കേബിൾ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ച് ചെയ്താലും മതി. ഞാൻ അതിൻ്റെ ഒരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ തന്നെ ഒരു കേബിൾ എടുത്തിട്ടുള്ളത്. ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ അതിൻ്റെ സ്റ്റെമ്മും നമ്മുടെ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സെപ്പൽസ് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പേപ്പറാട്ടോ എടുത്തിട്ടുള്ളത്, കളർ പേപ്പർ എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ പ്ലാസ്റ്റിക് കവർ ഉണ്ടായത് തിന്നായിട്ടുള്ളത്, അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ പേപ്പർ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് കുറച്ച് തിക്കായിട്ടുള്ള പ്ലാസ്റ്റിക് കവറാണെങ്കിൽ അത് വെച്ച് തന്നെ ഇതിൻ്റെ സെപ്പൽസും കൂടെ ചെയ്താൽ മതിയാവും. ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്യുക. പിന്നെ അതിലേക്ക് ഇതാക്കാനായിട്ട് ഞാനൊരു കുഞ്ഞു ഹോളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നിർത്തി കഴിയുമ്പോഴത്തേനും നമുക്കിതാ ഈ ഒരു ഷേപ്പിൽ കിട്ടും. ഇനി നമുക്ക് ജസ്റ്റ് ഇത് സിസേഴ്സ് വെച്ച് ഇതുപോലെ അങ്ങോട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ആ സ്റ്റെമ്മിലൂടെ അങ്ങോട്ട് ഇട്ടിട്ട് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ഒരു ഫ്ലവർ റെഡിയായി. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ സ്റ്റെമ്മിനും കൂടെ പച്ചക്കളർ കിട്ടാനായിട്ട് ഞാനിവിടെ ഇതുപോലെ പ്ലാസ്റ്റിക് കവർ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അത് നമുക്കിതിലൊന്ന് ചുറ്റിയെടുക്കാം. ഇതുപോലെ അങ്ങോട്ട് മൊത്തമൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. ഇതുപോലെ ഞാൻ 2 ഫ്ലവറും ഒരു ബഡും ആട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഫ്ലവേഴ്സ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചെടുക്കാം. പിന്നെ ഞാനിവിടെ അതിൻ്റെ ലീഫ് ചെയ്യാനായിട്ടൊരു റൗണ്ട് ഷേപ്പിൽ കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രോപ്പർ റൗണ്ട് ഷേപ്പിലല്ലല്ലോ നമുക്കതിൻ്റെ ലീഫ് ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു ഷേപ്പിലാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാ ഇവിടെ വെച്ച് അതിൻ്റെ കുറച്ച് നമുക്കിങ്ങനെ ഒരു സ്ലിറ്റ് ഇട്ട് കൊടുക്കാം. ഇനി പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഞാനത് ഇതുപോലെ അങ്ങോട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വലിച്ച് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ആ ഒരു ഭാഗത്തേക്കൂടെ അടിയിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ആ ഒരു ലീഫിൻ്റെ ആ ഒരു ടെക്സ്ചർ കിട്ടും. കണ്ടോ? അപ്പോൾ ഇനിയിപ്പോൾ ഈ എക്സസ് പാർട്ടൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. പിന്നെ അതിനും ഞാൻ അതിൻ്റെ സ്റ്റെമ്മ് ആക്കാനായിട്ട് ഞാൻ ഇതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു കേബിൾ തന്നെ ഉള്ളത്. അപ്പം അത് നമുക്ക് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. നന്നായിട്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ അത് ഇളകി പോകാണ്ടിരിക്കാനായിട്ട് നമ്മളൊന്ന് നൂലെടുത്ത് കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒരു സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും. നമുക്കിതിനും ഒരു പ്ലാസ്റ്റിക് ഇതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഇതിനും നമുക്ക് ചുറ്റി കൊടുക്കാം. കണ്ടോ? അപ്പോൾ നമ്മുടെ ലീഫ് ഇവിടെ റെഡിയായി. അപ്പോൾ ഞാൻ ഇതുപോലെ 3 ലീഫാട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 3 ലീഫാണ് ചെയ്തെടുത്തിട്ടുള്ളത്. കണ്ടോ? നല്ല അടിപൊളി ലീഫല്ലേ? അപ്പോൾ ഇനി നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു പഴയ ചോക്ലേറ്റിൻ്റെ ഒരു ബൗളാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ എന്താണോ ഇല്ലെന്ന് വെച്ചാൽ അതിൻ്റെ അകത്തേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങോട്ട് അറേഞ്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് നിൽക്കാനായിട്ട് ഫില്ല് ചെയ്യാനായിട്ട് ഞാനിവിടെ പേപ്പർ എടുത്തിട്ടുള്ളത്. പേപ്പർ ചുരുട്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് കേട്ടോ ഇത് ഫില്ല് ചെയ്തത്.
അപ്പോൾ നമുക്ക് എല്ലാ ഫ്ലവറും ലീഫും ഒക്കെ ഒന്ന് എടുത്ത് വെച്ച് ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ ഞാനിവിടെ ഒരു ബ്ലൂ കളർ പേപ്പർ എടുത്ത് അതിൻ്റെ മേളിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലൂ ഗൺ വെച്ച് അതിൻ്റെ മേളിലൊന്ന് കുറച്ച് ഇതാ മൊത്തമായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ഇത് കിട്ടും. അപ്പോൾ അതാ നമ്മുടെ അടിപൊളി ലോട്ടസ് ഇവിടെ റെഡിയായി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.